Hi, hello. എന്നിട്ട് പറഞ്ഞാൽ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കല്ലേ? ഞങ്ങളിവിടെ വലിയ കുഴപ്പമില്ലാണ്ട് സുഖമായിട്ടിരിക്കുകയാണ്. ഓണം ഭയങ്കര അടുത്തെത്തി തുടങ്ങിയില്ലേ? ഭയങ്കര സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പൂക്കളിടാനും പച്ചക്കറികളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പച്ചക്കറികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. നമ്മുടെ വീട്ടിൽ പച്ചക്കറിയും കൊണ്ട് അപ്പച്ചൻ വന്നിട്ടുണ്ട്. അത് ആ പച്ചക്കറികൾ കാണുമ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു സന്തോഷമാണ്. നമ്മുടെ കേരളീയരുടെ സ്വന്തമാണല്ലോ നമ്മുടെ ഈ ഒരു ഓണം. അപ്പോൾ കോവിഡും കാര്യങ്ങളായ കാരണം കുറേ പേർക്കൊന്നും ആഘോഷിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. എന്നാലും നമ്മുടെ വീട്ടിൽ ചെറിയ രീതിയിലൊന്നും ആഘോഷിക്കുന്നുണ്ട്. അത്ര വലിയ രീതിയിലൊന്നും ഒറ്റ പോലും നമ്മൾ ആഘോഷിച്ചിട്ടില്ല. ചെറിയ രീതിയിലാണ് ഈ കാണുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ കൊല്ലവും ആഘോഷിക്കാറ്. അപ്പോൾ കുറച്ചോളം പച്ചക്കറികൾ കൊണ്ടുവന്നിട്ട് നമ്മൾ വലിയ തള്ളുണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യത്തിനുള്ള പച്ചക്കറികളുണ്ട് നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള പച്ചക്കറികൾ. അപ്പോൾ പച്ചക്കറികൾ ഇതേ ഈ കാണുന്നത് തന്നെയുള്ളൂ. വെണ്ടക്കായ, ബീൻസ്, അതുപോലെ തന്നെ ചെറുനാരങ്ങ, ഇഞ്ചി, മത്തങ്ങ, അതുപോലെ തന്നെ മുരിങ്ങക്കായ, പയർ, പിന്നെ നമ്മുടെ വഴുതനങ്ങ, അങ്ങനത്തെ കുറച്ച് ഐറ്റം, പിന്നെ കുറച്ച് മുളകും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്ര തന്നെ മതി നമ്മുടെ വീട്ടിലേക്കുള്ളത്. പിന്നെ നമ്മുടെ പറമ്പിലുണ്ടാവുമല്ലോ കുറച്ച് കുമ്പളങ്ങ നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ കയ്പക്കായ നിൽക്കുന്നുണ്ട്. അതൊക്കെ മതി നമുക്ക് കഴിക്കാനുള്ള ഒരു ചെറിയൊരു ഓണത്തിനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങൾ നിങ്ങൾ മുഴുവനായിട്ടും കാണും വിചാരിക്കുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ അമ്മ കറി വയ്ക്കുന്ന മീൻ കറിയുടെ റെസിപ്പിയും, അതുപോലെ തന്നെ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ നല്ല ഒരു കിറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ. ആ കിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു പായസത്തിനുള്ള അരിപ്പായസത്തിനുള്ള ഒരു സംഭവം കൂടി അതിൽ നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ സർക്കാർ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു പായസം കൂടി നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനും ആയിട്ട് നമ്മുടെ വീഡിയോ കാണാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണിച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നും മീൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഇരുന്നിട്ട് മീൻ നന്നായി ക്ലീൻ ചെയ്യാനാണ് ചെയ്യാറ്. അപ്പോൾ അതെല്ലാം കളഞ്ഞതിന് ശേഷം വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഈ മീൻ 2 കഷ്ണമാക്കലും അതുപോലെ തന്നെ വറുക്കാനുള്ളതിൽ ഇങ്ങനെ വരയിടല്ലോ, അതൊക്കെ നമ്മൾ ഈ അടുക്കളയിൽ വന്നിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുപോലെ വെക്കാനുള്ളത് നമുക്ക് ചാളക്കറിയാണ്. അപ്പോൾ ചാള 2 കഷ്ണമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വറുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കിളിമീൻ എന്നാണ് നമ്മുടെ തൃശ്ശൂർക്കാർ പറയാറ് കേട്ടോ. അപ്പോൾ ആ ഒരു മീനാണ്. നിങ്ങളുടെ നാട്ടിൽ എന്തൊന്നാണ് ഈ മീനെ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. കിളിമീൻ എന്നാണ് നമ്മുടെ നാട്ടിൽ പറയാം. അതാണ് നമ്മൾ വറുക്കാനായിട്ട് വയ്ക്കുന്നത്. അപ്പോൾ 2 മീനിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ സ്പൂണ് മുളക് പൊടിയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ വെക്കാനുള്ളത്, അതായത് നമ്മുടെ ചാളക്കറിയിലേക്ക് നമ്മൾ മല്ലി പൗഡർ ഉണ്ടല്ലോ, മല്ലിപ്പൊടി 1 സ്പൂണ് 1.5 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 മീനിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മീനിലേക്കുള്ള ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കിളിമീൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് വെക്കാനുള്ള നമ്മുടെ ചാളക്കറിയിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക്, ആവശ്യത്തിനുള്ള പച്ചമുളക് എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നടു കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് കുടംപുളി വേണം നമ്മുടെ മീൻ കറി വെക്കാനായിട്ട്. കുടംപുളിയിൽ നിന്ന് ഒരു 3-4 കഷ്ണം എടുത്തിട്ട് അത് കൈ വെച്ചിട്ട് കീറിയിടണം കേട്ടോ. അത് കത്തി വെച്ചിട്ട് കീറിയിടുമ്പോൾ കയ്പ്പ് വരുന്നത് ഞാൻ പലവട്ടം ഞാൻ കേട്ടിട്ടുണ്ട്. അത് കാരണം നമ്മൾ അങ്ങനെ ഒരു പരീക്ഷണത്തിൽ നിൽക്കാറില്ല, കൈ വെച്ചിട്ട് തന്നെയാണ് ഇടാറ്. ഇവിടുത്തെ അമ്മയും അതുപോലെ കൈ വെച്ചിട്ട് കീറിയിട്ട് തന്നെയാണ് കുടംപുളി ഇട്ട് കൊടുക്കണത്. ഇപ്പോൾ കുടംപുളിക്ക് പകരം നമുക്ക് ഇരുമ്പമ്പുളി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നാളികേരപ്പാൽ പിഴിഞ്ഞിട്ടാണ് വെക്കണത്. മുളകിട്ട് തന്നെ വെച്ചാലാണ് ടേസ്റ്റ് എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഇതുപോലെ നാളികേരപ്പാൽ ഒഴിച്ചു നമ്മുടെ ചാളമീൻ കറി വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതേ നമ്മുടെ മസാലകളെല്ലാം നല്ലോണം മീനിലേക്ക് തിരുമ്മി പിടിപ്പിച്ച് മീൻ കറി നമ്മുടെ ചാളക്കറിക്കുള്ളത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കിളിമീനിലേക്കുള്ളത് ഇതുപോലെ തന്നെ മസാലകളൊക്കെ തിരുമ്മി പിടിപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറി വെക്കാനായിട്ട് ഒരു മുറി നാളികേരം വേണം. അപ്പോൾ അത് നല്ലോണം മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്, അരിച്ചൊഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ 1-ാം പാല് 2-ാം പാല് എന്നൊന്നും പറഞ്ഞ് ഒഴിക്കാറില്ല. എല്ലാ പാലും കൂടി ഒരുമിച്ച് ഈ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. ഈ മീൻ കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യാറ്. പിന്നെ നമ്മുടെ വീട്ടിൽ വല്ല ഫംഗ്ഷൻ അല്ലെങ്കിൽ വല്ലവർ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നല്ല രസത്തിൽ അങ്ങനെ വെക്കാറുള്ളൂ. ഇങ്ങനെ ആയാലും ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നും തോന്നാറില്ല എനിക്ക്. അപ്പോൾ അതേ നമ്മുടെ മീൻ കറി ഗ്യാസുമ്മ വെച്ചിട്ടുണ്ട്, തിളച്ച് വരട്ടെ. അപ്പോൾ 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്.
പിന്നെ നമ്മുടെ വീട്ടിലിവിടെ നമ്മൾ അടുപ്പിൽ നല്ല വിറകൊക്കെ വെച്ചിട്ട് നല്ലോണം തീ കത്തി പോവാറുണ്ട്. അത് നല്ലോണം വെട്ടി തിളച്ചിട്ട് വേണം നമ്മൾ ഇവിടെ മീൻ കറിയൊക്കെ ഈ ചോറ് വയ്ക്കാറുള്ളത്. അപ്പോൾ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അത് ഊറ്റണ പരിപാടിയിലേക്ക് കടന്നേക്കാണ് കേട്ടോ. ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ ഇതുപോലെ നമ്മൾ കുക്കറിലൊക്കെയാണ് വെക്കാറ്. ഇവിടെ കുക്കറിൽ വെക്കുന്നത് ആർക്കും ഇഷ്ടമില്ല. അതുപോലെ നല്ലോണം വെട്ടി തിളച്ച് അത് കഴിച്ചാലാണ് എല്ലാവർക്കും തൃപ്തിയാവുള്ളൂ. അപ്പം മീൻ കറി കാച്ചേണ്ട പരിപാടിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അധികം നേരമൊന്നും കളഞ്ഞില്ല. വേഗം തന്നെ നമ്മുടെ ഒരു 5 ചുവന്നുള്ളി എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് അത് മൂപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പാലും കൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട്, പാല് കൊണ്ടുവരുന്ന ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പാലൊക്കെ എടുത്ത് വേഗം കയറ്റി വെക്കുകയാണ്. ഇല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കണം, ഇല്ലെങ്കിൽ മക്കൾ കാണുമ്പോൾ അത് കുപ്പിയൊക്കെ പിടിച്ച് വലിച്ച് പോയാലോ എന്ന് വെച്ചിട്ട് വേഗം മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ മുരിഞ്ഞതിന് ശേഷം നമ്മുടെ മീൻ കറിക്ക് ഇട്ട് കൊടുത്തപ്പോൾ ഏതാണ്ട് കണ്ട അടിപൊളി കിടുക്കാച്ചി മീൻ കറി ചാളക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ വറക്കലാണ്. അപ്പോൾ നമ്മളെല്ലാവരും സാധാരണ വറക്കാറുള്ള പോലെ തന്നെയാണ് മീൻ വറക്കണത്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കിളിമീനാണ്. അപ്പോൾ ഈ മീനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ മറക്കണ്ട, ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് ഇങ്ങനെയാണല്ലോ ഓരോരോ അറിവുകൾ കിട്ടണത്. അപ്പോൾ കിളിമീനിന് എന്താണെന്ന് പറയാമെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ വീട്ടിൽ ഈ ഒരാഴ്ചയിലേക്കുള്ള വിറകാണ് ഈ കൊണ്ടുവന്നിട്ടേക്കുന്നത്. ഇതെല്ലാം ഈ വിറകുകൾ മുഴുവൻ ടെറസിൻ്റെ മുകളിലായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം താഴത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, കിച്ചണിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതെല്ലാം ഇന്ന് ഒതുക്കി പറക്കി ഇതേ ഈ അടുപ്പിൻ്റെ തൊട്ട് താഴെ ഒരു അറ പോലെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ അറയിലേക്ക് എടുത്ത് വെക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. എല്ലാ ആഴ്ചയിലും ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. ഈ വിറകുകളെല്ലാം ഇതുപോലെ ഒതുക്കി പറക്കി വയ്ക്കൽ. ഞാൻ പറഞ്ഞല്ലേ, നമുക്ക് ഇതുപോലെ അടുപ്പിൽ സാധാരണ നമ്മുടെ 3 കല്ലൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു അടുപ്പുണ്ടല്ലോ, ആ അടുപ്പിൽ അല്ലെങ്കിൽ ഇപ്പോൾ മൊത്തത്തിൽ ഇതുപോലത്തെ പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളല്ലോ. അപ്പോൾ പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലാണ് നമ്മൾ ചോറ് വയ്ക്കാറുള്ളത്. അപ്പോൾ ഉപ്പേരി കൂടിയും വെക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് മീൻ ചാറുമായി ഒരു വറവുമായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഒരു ഉപ്പേരി കൂടി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ 2 കായൊക്കെ എടുത്ത് പൊടിയായിട്ടൊക്കെ അരിഞ്ഞ് അതിലേക്ക് അത് നല്ലോണം കഴുകി ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പുമൊക്കെ വെച്ച് നമ്മളത് വേവിക്കാനായിട്ട് വെക്കാനായിട്ടാ. അപ്പോൾ കുക്കറിലാണ് വേവിക്കണത്. അപ്പോൾ പിന്നെ അധികം നേരം കളഞ്ഞില്ല, അത് വേഗം തന്നെ വേവും. നമുക്ക് അധികം കായൊന്നും ഇല്ല, 2 കായ മാത്രമേ 2-3 കായ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കാച്ചാനായിട്ട് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകണം. അതിനായിട്ട് മുന്നേ കുറച്ച് നമ്മൾ മീൻ നന്നാക്കിയപ്പോൾ അതിന് ചാള കറി വെച്ചില്ലേ, അതിന് കുറച്ച് പല്ലിന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വറുക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഒരു നേരമൊക്കെ ആയ കാരണം ഈവനിങ് ഒക്കെ ആയ കാരണം നമ്മുടെ വീട്ടിൽ കൊതുകൊക്കെ കയറാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഹാളിൽ ജനലുകളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നേ, അപ്പോൾ ആ ജനലുകളൊക്കെ അടയ്ക്കാനായിട്ട് ഞാൻ പോയേക്കാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചുറ്റുവട്ടത്തും നല്ല പറമ്പുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നല്ല പച്ചപ്പൊക്കെ ഉള്ളതായ കാരണം നല്ലോണം കൊതുകളൊക്കെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ ഒരു 4:30-5 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ജനലുകളും കാര്യങ്ങളൊക്കെ അടയ്ക്കും. അപ്പോൾ അത് അടച്ച് വന്നപ്പോൾ നമ്മുടെ പല്ലിയാൻ ഒരു വശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഈ പല്ലിയെ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെട്ടെന്ന് ഇത് മേത്തേക്കൊക്കെ പൊട്ടിത്തെറിക്കിട്ട് ഈ വെളിച്ചെണ്ണയ്ക്ക് എൻ്റെ കയ്യിലേക്കൊക്കെ ആയി. അതാണ് ഞാൻ ഈ പറയണത്. അപ്പോൾ നമുക്ക് നമ്മുടെ കായ വിസിലൊക്കെ വന്നതിന് ശേഷം നമുക്കിത് കാച്ചണമല്ലോ. അപ്പോൾ ചുവന്നുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് മുട്ട ഒരു 5-6 എടുത്തിട്ട് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്നും വൈകുന്നേരം മുട്ടയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കാച്ചണയിലേക്ക് നമുക്ക് കുത്തുമുളക് ഇട്ട് കൊടുക്കണം. ചുവന്ന മുളക് ഉണ്ടല്ലോ, ഇടിമുളക് എന്നൊക്കെ പറയും, അതിട്ട് കൊടുക്കണം. അതൊരു 1.5 സ്പൂണാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കായ വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ട് വേവിച്ചാണ്, കാരണം ഇനി ഉപ്പിട്ട് കൊടുക്കണ്ട. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വേവിച്ച് വെച്ചാണ് കായ കൂടിയും ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഉപ്പേരി കൂടിയായി. ഇന്നത്തെ കാര്യം കുശാലായി ഉണ്ടല്ലേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പായസം വയ്ക്കേണ്ട രീതി കൂടിയും പറയാം കേട്ടോ. ഈ കാണുന്നതാണ് നമുക്ക് നമ്മുടെ കിറ്റിയിൽ നിന്ന് കിട്ടിയണ പായസത്തിൻ്റെ കൂട്ട്. അരിയാണ് പായസം വയ്ക്കാനുള്ള അരിയാണിത്. അപ്പോൾ നല്ല അരിയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു. എല്ലാവർക്കും കിട്ടും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ, നമ്മുടെ സർക്കാർ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് നല്ല അരി തന്നെയാണ് കേട്ടോ. അരി പായസം വയ്ക്കാം അല്ലേ. അപ്പോൾ അരി പായസം വയ്ക്കുന്നത് നമ്മൾ ഈ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തേക്കണത്. അത് മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അതിലേക്ക്
നല്ലോണം കഴുകി അരി മുഴുവൻ നല്ലോണം കഴുകി കളയണം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പം പലരും പല രീതിയിലായിരിക്കും പായസം വയ്ക്കുക. ഇപ്പോൾ ഇവിടെ എൻ്റെ അമ്മ വയ്ക്കുന്ന രീതിയാണ് ഞാൻ ഇവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. പലരും പല രീതിയിലായിരിക്കും വയ്ക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് നാളികേരം വേണം. അപ്പോൾ കുറച്ച് നാളികേരം നമ്മൾ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു നാളികേരമാണ് ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി നാളികേരം എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ പാലൊക്കെ എടുക്കണം. അപ്പോൾ ഈ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ തന്നെ നാളികേരം അടിക്കുമ്പോൾ തന്നെ അമ്മ അതിലേക്ക് നമ്മുടെ ഏലക്കായ ഉണ്ടല്ലോ, ആ ഏലക്കായ ഒരു 3-4 കൂടിയും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം മിക്സിയിലിട്ടിട്ട് അടിക്കുകയാണ് കേട്ടോ. ഒക്കെ അടിച്ച് വരുമ്പോഴേക്കും നമ്മുടെ പായസത്തിനുള്ള വിസിൽ നമ്മുടെ അരിയൊക്കെ ഉണ്ടല്ലോ അത് നല്ലോണം വരും. അപ്പോൾ ഒരു 5-6 വിസിലൊക്കെ അടിച്ചിട്ട് വന്നപ്പോൾ അതെ ഈ കാണുന്ന പരിവായിട്ടുണ്ട്. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് പായസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, അത്യാവശ്യം നല്ലോണം വേവ് വേണമല്ലോ. അപ്പോൾ അതേ ഒരു വേവായിട്ട് പക്ക വേവായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചാൽ നാളികേരത്തിൻ്റെ പാലും പിഴിഞ്ഞ് ഒഴിക്കണം. പിന്നെ ഇതിലേക്ക് ഇനി വേറെ ഏലക്കായ ഇട്ട് കൊടുക്കണ്ട, കാരണം നമ്മളിതിൽ ഏലക്കായ ഇട്ടുണ്ടല്ലോ, 4 ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ശർക്കര വേണം. ശർക്കര ഉരുക്കിയിട്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഫ്രിഡ്ജിലിരിക്കണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ശർക്കര നീര് കൂടി ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്തിരി ഒന്ന് കുറുകണം കേട്ടോ. ഇത്തിരി ഒന്ന് കുറുകി ഒരു നേരിയൊരു കട്ടിയോ വേണം, എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇത് മതി, നമ്മളൊരു പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറവിട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനെയൊക്കെ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു പാക്കറ്റോളം നമ്മുടെ ഉണക്കമുന്തിരി ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ അണ്ടിപ്പരിപ്പൊന്നും കാണാനില്ല. അപ്പോൾ അത് നമ്മുടെ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പായസത്തിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പായസം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷം. എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മക്കൾക്ക് 2 പേർക്കും ഒരു പാത്രത്തിൽ നീട്ടി വിളമ്പി കൊടുത്തിട്ടുണ്ട്. ഇത് എത്രയ്ക്കുള്ള അടുത്ത വീഡിയോ ആയിട്ട്